42-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു. കോരഹപുത്രന്മാരാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ഇങ്ങനെ പറയുന്നു: യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. രാത്രികൾ പാട്ടുപാടുന്നതിൻ്റെ സമയമാണ്. രാത്രികൾ പ്രവർത്തനത്തിന്റെ സമയമല്ല, പ്രാർത്ഥനയുടെയും പാട്ടുകളുടെയും സമയമാണ്. പകൽ നേരത്താണ് പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾ നേരിട്ട് ഫേസ് ചെയ്യുന്ന പരീക്ഷണങ്ങൾ, പ്രതിസന്ധികളൊക്കെ നാം നേരിടുന്നത് പകൽ നേരത്താണ്. എന്നാൽ പകൽ നേരത്ത് പലപ്പോഴും പരീക്ഷണങ്ങളിൽ പരിക്ഷീണിതരായി പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, നമുക്കൊരു ഗോപുരമുണ്ട്, നമുക്കൊരു സങ്കേതമുണ്ട്, നമുക്കൊരു അഭയസ്ഥാനമുണ്ട്. അത് നമ്മുടെ ദൈവമാണ്. ഭക്തന്റെ പ്രത്യാശ അതാണ്, ധൈര്യം അതാണ്. പകൽ നേരം, പകൽ വെളിച്ചം. ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ നേരിട്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള പകൽ നേരങ്ങളിൽ എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും എന്താ? ദൈവം തൻ്റെ ദയ എനിക്ക് നേരെ കൽപ്പിക്കും. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ള ഇടത്തേക്കൊക്കെ അവൻ അതിനകത്തിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് സദൃശ്യവാക്യങ്ങൾ 21:1 വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഏത് ഹൃദയത്തെയും നമുക്ക് അനുകൂലമായി, നിങ്ങൾക്ക് അനുകൂലമായി, എനിക്ക് അനുകൂലമായി തിരിക്കാൻ ആ ഹൃദയങ്ങളുടെയൊക്കെ ഉടമസ്ഥനായിരിക്കുന്ന നമ്മുടെ ദൈവം, അവന്റെ മനസ്സലിവ്, അവന്റെ ദയ, അവന്റെ കരുണ, അവന്റെ ഹൃദയവിശാലത, അവന്റെ അത്ഭുതം, അവന്റെ ആ വലിയ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അതേ ഉയർന്നിരിക്കുന്ന ആ മഹാദയ എനിക്ക് നേരെ, നിങ്ങൾക്ക് നേരെ നീണ്ടുവരുമ്പോ ഏത് ഹൃദയത്തെയും, ഏത് വ്യക്തിയെയും നമുക്ക് അനുകൂലമായി ദൈവം തിരിക്കും. അത്തരം ദയയും അത്തരം പ്രവൃത്തികളും പ്രതീക്ഷിക്കുന്ന ഭക്തൻ പറയുകയാണ്: പകൽ നേരത്ത് എനിക്ക് പ്രതീക്ഷ, എൻ്റെ ദൈവം തൻ്റെ ദയ എനിക്ക് വേണ്ടി കൽപ്പിക്കും. പകൽ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. രാത്രിയിലെ ഭയങ്ങളിൽ നിന്ന്, പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്ന്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്നൊക്കെ വിടുവിക്കുന്നത് കർത്താവിന്റെ കരമാണ്. ആ കരം ഒരിക്കലും കുറുതായി പോയിട്ടില്ല. ആ ചെവി ഒരിക്കലും മന്ദമായി പോയിട്ടില്ല. എഴുന്നേറ്റ് പ്രകാശിക്കത്തക്ക നിലകളിൽ ഇരുളിന്റെ ഗഹുരങ്ങളിൽ വീണുപോകുന്ന എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലുവാൻ, മതിലുകളെ ചാടിക്കടക്കാൻ, അതേ നമ്മുടെ ഗിരികളിൽ നമ്മെ മാൻപയുടെ കാലുകൾക്ക് തുല്യമായ കാലുകൾ നൽകി ഉറപ്പിച്ചു നിർത്താൻ മതിയായ കൈകളാണ് അതെ ആ കരങ്ങൾ. ഭക്തൻ പറയുകയാ: എന്റെ രാത്രികൾ പാട്ടിന്റെ രാത്രിയാണ്. കാരണം എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് പകൽ നേരങ്ങളിൽ ഞാൻ അനുഭവിക്കണമെങ്കിൽ എന്റെ ദൈവത്തോടുള്ള എന്റെ കടപ്പാടും എന്റെ ദൈവത്തോടുള്ള എന്റെ ബാധ്യതയും ഞാൻ എന്ത് കൊടുത്തവനെ പ്രസാദിപ്പിക്കാൻ ഇടയായിത്തീരും. അതെ, ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ എന്ന് 50-ാം സങ്കീർത്തനത്തിൽ കർത്താവ് ചോദിക്കുമ്പോൾ, ഈ ലോകത്തിലുള്ള എന്ത് കൊടുത്താലും നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്ര ഗീതങ്ങൾ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ സ്തുതികളിന്മേൽ, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് രാത്രികൾ ജീവിതത്തിന്റെ നിരാശകളുടെ, വേദനകളുടെ, ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ അതേ നാം അടയപ്പെട്ടു പോകുന്ന രാത്രികൾ, അത് പകലാകട്ടെ രാത്രിയാകട്ടെ, അത്തരം രാത്രികൾ ജീവിത അനുഭവങ്ങളായി നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകും. എന്നാൽ അപ്പോൾ അതിന്റെ രണ്ടർത്ഥം: ഒന്ന്, ആക്ഷരികമായ രാത്രികൾ, ഒന്നും പ്രവർത്തിക്കാനില്ല, പക്ഷെ പാടാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും നിരന്തരമായി. അപ്പോൾ തന്നെ പകൽ നേരങ്ങളിലാണെങ്കിലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ ചില ജീവിത അനുഭവങ്ങളുടെ രാത്രികൾ വരും. അത്തരം രാത്രികളിലാണെങ്കിലും, ആക്ഷരികമായ രാത്രികളിലാണെങ്കിലും പാടുക. പകൽ, അടുത്ത പകൽ ഒരത്ഭുതത്തിന്റെ പകലാകട്ടെ. അടുത്ത പകൽ എന്റെ ദൈവം എനിക്ക് നേരെ തന്റെ ദയ കൽപ്പിക്കുന്ന
ദിവസമായി തീരട്ടെ. ഇന്നലെ വരെ, കഴിഞ്ഞ നാള് വരെ, കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ മാസം വരെ, കഴിഞ്ഞ ആഴ്ച വരെ, കഴിഞ്ഞ മണിക്കൂർ വരെ ഞാൻ നേരിട്ട സകല പ്രശ്നത്തിന്റെ മേലും എന്റെ ദൈവം തന്റെ പരിഹാരം എനിക്ക് നേരെ നീട്ടുന്നൊരു പകലായി നാളത്തെ പകൽ തീരട്ടെ. പാടാം, കർത്താവിനെ സ്തുതിക്കാം. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടും നോക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. നമുക്ക് വേണ്ടി കാൽവറിയിൽ പിളർക്കപ്പെട്ട ആ പാറയിൽ നമുക്ക് അഭയം തേടാം. ഞാൻ പാടിയ വരികളിലൊക്കെ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. വാക്കുകൾ ഞാൻ എഡിറ്റ് ചെയ്യാതെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാണ്ട് പാടുന്നതാണ്, പറയുന്നതാണ്. തീർച്ചയായും പോരായ്മകൾ വരാം. പക്ഷേ ഇതിനകത്തുള്ള സന്ദേശം അത് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവ് തന്നെ സഹായിക്കട്ടെ. ഈ രാത്രി പാടാൻ, പ്രാർത്ഥിക്കാൻ, നാളത്തെ പകലിൽ അനുഗ്രഹത്തിന്റെ നന്മയുടെ പെരും നദികൾ, പെരുമഴകൾ, ഹല്ലേലൂയ, കൈനാളുകളിൽ പെയ്ത മുൻമഴകൾക്ക് പിറകിൽ ദൈവം തരേണ്ട പിന്മഴകൾ, കുഴിച്ചിട്ടുപോയ ചില വാഗ്ദത്തങ്ങൾ മുളപൊട്ടി പുറത്തു വന്നു അനുഗ്രഹത്തിന്റെ വൻമരങ്ങളായി നമ്മുടെ മേൽ നിൽക്കത്തക്ക നിലകളിൽ ചില അസാധാരണ അത്ഭുതങ്ങളുടെ, ചില സൂപ്പർ നാച്ചുറൽ മിറക്കിളുകളുടെ ഒരു വലിയ അനുഭവം അടുത്ത ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ. കർത്താവ് അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചു വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തുറന്നു